സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സർവീസിൽ തിരിച്ചു കയറിയ CI മോഹനൻ ആദ്യം തന്നെ ചെല്ലുന്നത് കണിമംഗലത്തേക്കാണ്. അവിടെ പരമേശ്വരനെ കാണുന്നതും CI ചോദിക്കുവാണ്, അല്ല നിങ്ങളല്ലേ ഈ വീടിൻ്റെ കുടുംബനാഥൻ, നിങ്ങളുടെ കുടുംബത്തിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. ഒരു പെൺകുട്ടിയാണ് തന്നത്, മറ്റാരുമല്ല പ്രിയങ്ക തന്നെയാണ് തന്നത്. നാട്ടുകാർക്ക് മുമ്പിൽ വെച്ച് വരുൺ നിയമപരമായി താലി കിട്ടിയ പെൺകുട്ടിയാണ് ഈ പ്രിയങ്ക. അതിന് വ്യക്തമായ തെളിവുകളുമുണ്ട്. അമ്പലത്തിൽ നിന്നുള്ള മാരേജ് സർട്ടിഫിക്കറ്റ് അത് ഇവരുടെ വിവാഹം കഴിഞ്ഞതിൻ്റെ വലിയൊരു തെളിവ് തന്നെയാണല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ പ്രിയങ്കയെ ഡിവോഴ്സ് ചെയ്യാതെയും അവളുടെ അറിവോ സമ്മതവും ഇല്ലാതെയും അവൾ ഉപേക്ഷിച്ച് അവളുടെ ചേച്ചിയായ ഇവളെവിടെ കൊണ്ടുവന്ന് താലികെട്ടി താമസിപ്പിച്ചിരിക്കുകയല്ലേ. സത്യത്തിൽ അത് നിയമവിരുദ്ധമായ കാര്യമാണ്. അങ്ങനെ ഒരു പെൺകുട്ടിയോട് അനീതി കാണിക്കാൻ പാടുണ്ടോ? ഇല്ലല്ലോ. അതും നിങ്ങളെപ്പോലെ ഇത്രയും വലിയ കുടുംബക്കാർ. പ്രിയങ്ക ഇവിടെ തിരിച്ചു കയറ്റി താമസിക്കണം എന്നുള്ള ഉത്തരവും കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ അതിലുള്ള ഒരു ഓർഡറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം എടുത്ത് അവരെ കാണിക്കുവാണ്. അങ്ങനെ അവരെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും കാറിൽ സുകുമാരിയും പ്രിയങ്കയും കൂടി അവിടെ ഇറങ്ങുന്നത്. അങ്ങനെ അവരെ കാണുന്നതും ഞെട്ടലോടുകൂടി നിൽക്കുവാണ് വരുണിൻ്റെ അധികം മുത്തശ്ശിയും പരമേശ്വരനും എല്ലാവരും. പ്രിയങ്കയും മുത്തശ്ശീനെയും കാണുന്നതോടെ സന്തോഷമാകുവാണ് കേട്ടോ കൽപ്പന ഉർവശിക്കും. അങ്ങനെ പ്രിയങ്കയും കൂട്ടി മുത്തശ്ശി അങ്ങോട്ടേക്ക് നടക്കുന്നത് കാണുന്നതും വരുൺ മുത്തശ്ശീനെ തടയണേ, നിൽക്കും. സകല കള്ളക്കളികളും പൊളിഞ്ഞ് രണ്ടിനെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ, എന്നിട്ടും നാണം കെട്ട് വന്നിരിക്കുന്നു. ഇനി ഒരടിയെങ്കാലം മുമ്പോട്ട് വെച്ചാലുണ്ടല്ലോ രണ്ടിനെ ഇവിടെ നിന്ന് ഞാൻ അടിച്ചിറക്കി വിട്ടിരിക്കും. അന്നേരം വരുണിൻ്റെ ബനിയാലിങ്ങനെ കുത്തിപ്പിടിച്ച് CI മോഹനൻ വരുണിനെ ഒന്ന് വിരട്ടുവാണ്. ഡാ, ഇവിടെ നിയമം നോക്കാൻ പോലീസുകാർക്കുണ്ട്, അവരുടെ മുമ്പിൽ വെച്ചിട്ട് തന്നെ വേണോടാ നിൻ്റെ ഇത്തരം ഷോകളും. ഇവർ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവർക്ക് സമ്പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് പോലീസുകാരായ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നിൻ്റെ വയ്യാങ്കളിയൊന്നും വേണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ നിന്നെ തൂക്കിയെടുത്ത് ഞാൻ ലോക്കപ്പിൽ കൊണ്ടുപോയിടും. എന്താ അത് വേണോ? ഇത് കണ്ടില്ലേ, കോടതിയിൽ നിന്നുള്ള വാറണ്ടാ. പരമേശ്വരൻ സാറേ, മോഹനൊന്ന് ഉപദേശം നൽകും. ഇവർ രണ്ടുപേരും സുരക്ഷിതരായിട്ട് ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം. അല്ലെങ്കിലുണ്ടല്ലോ കളി മാറും, കുടുംബം മൊത്തം ജയിലിൽ കിടന്ന് എണ്ണേണ്ടി വരും. എന്നാൽ പിന്നെ നിങ്ങൾ ഈ കൊച്ചിനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോ. ഈ സമയം പ്രിയങ്കയും കൂട്ടി സുകുമാരിയമ്മ എല്ലാവർക്കും മുമ്പിൽ വിജയിച്ച ഭാവത്തിൽ തല ഉയർത്തിപ്പിടിച്ച് ജയഭാരതി അമ്മേനെയൊക്കെ കളിയാക്കിക്കൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ആ കാഴ്ചയൊക്കെ കണ്ട് കളിയെടുക്കാനാവാതെ ദേഷ്യത്തിൽ നിൽക്കുവാണ് വരുണിൻ രാധികയൊക്കെ. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ പ്രമോയിൽ കാണിക്കുന്നത്. മാത്രമല്ല ACP അന്ന് വരുണിൻ രാധികനെയും കൊല്ലാനായിട്ട് നോക്കിയപ്പോഴേക്കും ശ്യാമക്ക് വെടിയുണ്ടല്ലോ. ആ ഒരു സമയത്ത് അവിടുത്തെ CCTV ദൃശ്യത്തിൽ നിന്നും ആ ബെഞ്ചമിൻ്റെ കൂടെ ഉണ്ടായ ഒരാളുടെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് മറ്റ് എല്ലാ വാട്സപ്പ് ഗ്രൂപ്പിലേക്കും അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അന്ന് കണ്ടെത്തിയ ആ ഒരു പ്രതിനെ ഉണ്ടല്ലോ പോലീസുകാർ കൈയോട് ചേർന്ന് പിടികൂടുവാണ്. എന്നിട്ട് ഈ വിവരം ആ SI ഉടനെ തന്നെ ACPനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. സാറന്ന് വാട്സപ്പിലൊക്കെ ഇട്ട ആ ക്രിമിനൽ ഉണ്ടല്ലോ, അവനെ ഇന്ന് ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞങ്ങളവനെ കൈയോടെ പിടികൂടിയിട്ടുമുണ്ട്. അങ്ങനെ അത് കേൾക്കുന്നതും ACPക്ക് ഒത്തിരി സന്തോഷമാകുവാണ്. അങ്ങനെ രാധികനെ കൊല്ലാൻ ശ്രമിക്കുന്ന ആ കൊലയാളി ആരാണെന്ന് കണ്ടെത്താൻ പോകുന്നതിൻ്റെ സന്തോഷത്തിൽ അയാളിക്കാരെയും ക്ഷാമയും വിളിച്ചറിയിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലേറ്റസ്റ്റ് പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്